മദ്യത്തിനടിമയായ ശരത്തിനെ സൗഹൃദം നടിച്ച് കൂടെ കൂട്ടുന്ന ഗൗതം ശ്യാമയെ കീഴ്പ്പെടുത്തുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ ജാനകിക്കും ശരത്തിനോട് വെറുപ്പാകുന്നു. ചോദിച്ച ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആരൊക്കെ തടസ്സം നിന്നാലും അവരെ ഞാൻ ഡിവോഴ്സ് ചെയ്യിച്ചിരിക്കും. ശ്യാമയെ ശരത്തിൽ നിന്നും വേർപിരിക്കാൻ സുനന്ദ കരുക്കൾ നീക്കുന്നു. ഈ ഒരു തെളിവ് മാത്രം മതി എനിക്കെന്റെ മകളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ. സ്വന്തം അമ്മയിൽ നിന്ന് പോലും എതിർപ്പ് നേരിടുന്ന ശരത്ത് തികച്ചും ഒറ്റപ്പെടുന്നു. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്യാമ തയ്യാറാവാത്തത് എന്താ? മോളിപ്പോ ഇതൊന്നും ആലോചിക്കണ്ട. വരുണിനോട് ഡിവോഴ്സ് നോട്ടീസ് തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സ്നേഹം നടിച്ച് സുനന്ദ ശ്യാമയെ കൊണ്ട് ശരത്തിനെ ഡിവോഴ്സ് ചെയ്യിക്കാനുള്ള ശ്രമം തുടരുന്നു. തുടർന്ന് കാണുക. ശ്യാമ ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം ഞാൻ തന്നെയാ. എനിക്കറിയാം അവൾ എന്തിനാ അത് ചെയ്തതെന്ന്. ഞാൻ ആരോടും അത് പറയാഞ്ഞിട്ടാ. ഈശ്വര, അപ്പൊ ആ സമയത്ത് ഇതിന് ബോധം ഉണ്ടായിരുന്നോ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. എല്ലാം ഞാൻ അമ്മയോട് പറയാം. വേണ്ട, എനിക്കൊന്നും അറിയണ്ട, ഒന്നും കേൾക്കണ്ട. നിന്നെ എനിക്ക് കാണുകയും വേണ്ട. അതെന്താ അമ്മേ? ശ്യാമേച്ചി പറഞ്ഞത് അമ്മ കേട്ടെങ്കില് ഏട്ടന് പറയാനുള്ളതും കൂടി അമ്മ കേൾക്കണം. അതെ, 28 വർഷം ഞാൻ അമ്മയുടെ മകനായി ജീവിച്ചതിന് ശേഷമാണ് ശ്യാമ അമ്മയ്ക്ക് മരുമകളായി കിട്ടിയത്. ആ ഒരു പരിഗണനയെങ്കിലും അമ്മ എനിക്ക് തരണം. ഏട്ടൻ പറഞ്ഞോ? അമ്മ കേക്കും. തലേ ദിവസം രാത്രി ഞാൻ മദ്യപിച്ച് ബോധം കെട്ടെങ്കിലും പിറ്റേന്ന് ശ്യാമയ്ക്ക് നീലക്കുറിഞ്ഞ് കാണേണ്ടതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പൊ അവള് വലിയ കരച്ചിലും പ്രതിഷേധമൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ കുടിച്ച് റെഡിയായിട്ടും ശ്യാമ പ്രതിഷേധം അവസാനിപ്പിച്ചില്ല. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയില്ലേ. ഞാൻ കുറെ ക്ഷമയും മാപ്പും ഒക്കെ പറഞ്ഞു. ശ്യാമ, ശ്യാമ, എഴുന്നേക്ക് ശ്യാമ, പ്ലീസ്. നമുക്ക് നീലക്കുറിഞ്ഞ് കാണാൻ പോവാം. അതോടെ നിന്റെ മനസ്സ് തണുക്കും. നമുക്കിവിടെ നിന്ന് സ്നേഹത്തോടെ തന്നെ മടങ്ങാം. എനിക്കുള്ള ശിക്ഷ നീ വീട്ടിലെത്തിയിട്ട് തന്നോ? പ്ലീസ് ശ്യാമ, കരയല്ലേ. ഞാനിതാ നിന്റെ കാല് പിടിക്കുക. ശ്യാമ, പ്ലീസ്. ഒടുവിൽ ഞാൻ അവളോട് ഭീഷണി മുഴക്കി. ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ക്ഷമിക്കണ്ട. പക്ഷേ നീ കൂടെയില്ലാതെ ശരത്തിനൊരു ജീവിതമില്ല ശ്യാമ. ഞാൻ അരമണിക്കൂർ കൂടി പുറത്ത് വെയിറ്റ് ചെയ്യും നിന്റെ കരുണയ്ക്ക് വേണ്ടി. അതിനുള്ളിൽ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായി നീ വന്നില്ലെങ്കിൽ ഞാൻ പോവും ശ്യാമ. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകും. പിന്നെ നീ എന്നെ കുറിച്ച് അറിയുന്നത് ശരത് ശങ്കർ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാവും.
ചിലപ്പോ ശ്യാമ ഇത് സീരിയസ് ആയി എടുത്തു കാണില്ല. തെറ്റെന്റെ ഭാഗത്തല്ലേ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ക്ഷമ ചോദിക്കുമെന്ന് കരുതി കാണും. പക്ഷെ ഞാൻ പോയില്ല. നിങ്ങളോട് ശ്യാമയ്ക്ക് വലിയ കാര്യമാണ്. തമ്പിച്ചേട്ടൻ പറഞ്ഞാല് അവൾ എനിക്ക് മാപ്പ് തരും. ശരി, എന്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും തളർക്കുമെങ്കിൽ ഞാൻ കുഞ്ഞിനോട് പറയാം. സാറ് ആദ്യം ചെന്നൊന്ന് സംസാരിക്കും. ശരി തമ്പിച്ചേട്ടൻ. തമ്പിച്ചേട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ പോയി നോക്കുമ്പോ എന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായപ്പോ ഞാൻ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയി കാണുന്ന ശ്യാമ കരുതി കാണും. അതായിരിക്കും ശ്യാമയും. സാരമില്ല ഏട്ടാ, ശ്യാമച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഏട്ട സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. ഏട്ടൻ പറയുന്നത് കേട്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? ഇതൊന്നും സത്യമല്ലെന്നോ? പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരിക്കും. ഇവന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ സ്നേഹമുള്ളൊരു ഭാര്യ അങ്ങനെ ചെയ്തുകൂടുന്നില്ല. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. നീ ആത്മഹത്യ ചെയ്തു കാണുമെന്ന് കരുതി നിന്റെ ഭാര്യയും ആ വഴി തെരഞ്ഞെടുത്തുവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്യാമ തയ്യാറാവാത്തത് എന്താ? ഇതിനും കൂടി ഉത്തരം തന്നാലേ നീ എന്റെ മകനാവും. എനിക്കിനി ഒന്നും പറയാനില്ല. എല്ലാം എന്റെ തെറ്റ്. ശ്യാമ ആത്മഹത്യക്ക് ശ്രമിച്ചത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ സത്യമായിട്ടും അതെന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയില് അങ്ങനെ ഒരു ചിത്രമില്ല. ഒന്നും ഉറപ്പാ, ഞാൻ മനഃപൂർവ്വം ശ്യാമയോട് ഒരു ദ്രോഹവും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. എന്റെ ബുദ്ധി മാറിപ്പോയ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കാം. ഞങ്ങൾ മക്കളുടെ എന്തൊക്കെ തെറ്റുകൾ അമ്മ ക്ഷമിച്ചിട്ടുണ്ട്. ഒരു ഈർക്കിലി കൊണ്ട് പോലും ഞങ്ങളെ അടിക്കാതെ അമ്മ സ്നേഹത്തോടെ ഉപദേശിച്ച് ഞങ്ങളെ തിരുത്താറല്ലേ പതിവ്. അതുപോലെ എന്റെ ഈ തെറ്റും അമ്മ തിരുത്തി തരണം. ശ്യാമയെയും അവളുടെ വീട്ടുകാരെയും പോലെ അമ്മ എന്നെ അകറ്റി നിർത്തരുത്. അതെ അമ്മ, ഏട്ടനെ തെറ്റ് തിരുത്താൻ ഒരവസരം കൂടി കൊടുക്കണം. ഏട്ടൻ ചെയ്ത തെറ്റ് എന്തെന്ന് അറിഞ്ഞാലല്ലേ തിരുത്താൻ പറ്റൂ. ശ്യാമയെ ഞാൻ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചു പോയെങ്കിൽ അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. എന്റെ തെറ്റെന്താണെന്ന് അമ്മ പറഞ്ഞാ മതി. അതൊന്നും ആരും പറഞ്ഞു തന്നറിയേണ്ടതല്ല. നീ ഒരു പുരുഷനാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ അത് സ്വയം മനസ്സിലാക്കണം, അന്വേഷിച്ചറിയണം. നീ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുമ്പോ നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നീ ഇതുവരെ ശ്യാമയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ എന്താ ചെയ്തത്? ബോധം തെളിഞ്ഞപ്പോ നീ വീണ്ടും ആഘോഷത്തിന് പോകാൻ തീരുമാനിച്ചു. നീലക്കുറിഞ്ഞ് കാണാൻ വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്തി. കാട്ടിന് നടുവിലെ ആ കെട്ടിടത്തിൽ ഒരു പെണ്ണായിട്ട് ശ്യാമ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് നീ ഓർക്കണം. എന്നിട്ടും നീ നിന്റെ സുഖം മാത്രം തേടിപ്പോയി.
ആദ്യം ഭാര്യ എന്ന് പറയുന്നവൾക്ക് മനസ്സിൽ തുല്യ സ്ഥാനം കൊടുത്ത് ഇരുന്നൊന്ന് ആലോചിക്ക്. അപ്പൊ മനസ്സിലാവും നിനക്ക് വേണ്ടി ശ്യാമ എന്തൊക്കെയാണ് സഹിച്ചതെന്നും എത്ര വലിയ നെറുകേടാണ് നീ അവളോട് കാണിച്ചതെന്നും. ഞാൻ നിനക്ക് തന്നത് നിന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയുമാണ്. ശരത്തിന് വേണ്ടത് മദ്യം മാത്രമായിരുന്നു. ഞാനത് അവന് മതിയാവോളം കൊടുത്തു. പകരം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു. നിനക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ ഞങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കില്ല എന്ന് കരുതി. വരുണിനോട് ഡിവോഴ്സ് നോട്ടീസ് തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തത് അവൻ തന്നെയായിരിക്കണം, ഗൗതം. ഹായ് ശ്യാമ, ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്താ തന്റെ ഉദ്ദേശം? എന്റെ ലൈഫിൽ നുഴഞ്ഞു കയറിയതുപോലെ എന്റെ വീട്ടുകാർക്കിടയിലേക്കും നുഴഞ്ഞു കയറാനാണോ? ഏയ്, എന്താ ശ്യാമ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്യാമയുടെ ലൈഫിലേക്ക് ഞാൻ വന്നോ? എന്റെ ഹോം സ്റ്റേയിലേക്ക് നീയല്ലേ വന്നത്? അതുപോലെ നിന്റെ വീട്ടുകാർക്കിടയിലേക്കും ഞാനല്ല വന്നത്, അവരെന്നെ അന്വേഷിച്ചാ വന്നത്. കള്ളം പറയരുത്. എന്റെ മമ്മയ്ക്ക് നിന്നെ എങ്ങനെ അറിയാം? നീ മനഃപൂർവ്വം ഹോം സ്റ്റേയിൽ നടന്ന ചില കാര്യങ്ങൾ എന്റെ മമ്മയെ വീഡിയോ അയച്ചു കൊടുത്ത് അറിയിക്കായിരുന്നില്ലേ? ഓ, അതാണോ? വീഡിയോ ഞാൻ അയച്ചു കൊടുത്തത് നിന്റെ മമ്മയ്ക്കല്ല, നിന്റെ അനിയത്തി ഹിമയ്ക്ക്. ഹിമയ്ക്കോ? അവളും നീയുമായിട്ട് എന്താ ബന്ധം? ഇതുവരെ ബന്ധമൊന്നുമില്ല. അവള് നിന്റെ ഫോണിൽ നിന്ന് എന്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. നീ എന്നോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് സംശയം തോന്നി വിളിച്ചത്. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശരത്തിനെതിരായ കുറച്ച് തെളിവുകൾ അവളുടെ മുന്നിൽ നിരത്തേണ്ടി വന്നു എന്ന് മാത്രം. ശരത്തിനെ അപകീർത്തിപ്പെടുത്തി നീ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യനാവാൻ നോക്കുകയാണല്ലേ? എന്റെ വ്യക്തിത്വം എനിക്ക് പണയപ്പെടുത്താൻ പറ്റൂ ശ്യാമ. എന്തായാലും ഹിമയുടെ മുന്നിൽ ഞാനൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നീ എന്നെ പ്രതിയാക്കാൻ നോക്കിയാലും അവൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നീ എങ്ങനെ ഇനി എന്റെ അനിയത്തിയെ വിളിച്ചാലുണ്ടല്ലോ, ഈ ശ്യാമ ആരാണെന്ന് നീ അറിയും. കൂൾ ഡൗൺ ശ്യാമ, കൂൾ ഡൗൺ. ശരിക്കും ഇപ്പൊ തന്റെ പ്രശ്നം എന്താ? തന്റെ ഭർത്താവ് മദ്യപിച്ച് ബോധം കെട്ടതോ അതോ ഞാൻ തന്നെ സ്വന്തമാക്കിയതോ? ഒരു തവണ താൻ ശരത്തിനോട് എന്നോടും ക്ഷമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെല്ലാം. ഒന്ന് കണ്ണടച്ചാൽ നിന്റെ ലൈഫ് നിനക്ക് ഡബിൾ ഹാപ്പി ആക്കാം. നിരുപദ്രവകാരിയായ ഒരു ഭർത്താവും കരുത്തനായ ഒരു കാമുകനും. അതിന്റെ ഒരു സുഖം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്യാമ. ബാസ്റ്റർഡ്, തന്തയ്ക്ക് പറക്കാത്തവൻ. അത് ഞാനല്ലടി, അവനാ, നിന്റെ കെട്ടിയോ. നീ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുമ്പോ നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നീ ഇതുവരെ ശ്യാമയോട് ചോദിച്ചിട്ടുണ്ടോ?
ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്യാമ തയ്യാറാവാത്തത് എന്താ? ഇതിനും കൂടി ഉത്തരം തന്നാലേ നീ എന്റെ മകനാവൂ. ഹലോ ഹലോ തമ്പിച്ചേട്ടാ, ഇത് ഞാനാ, ശരത്താ. ശരത്തോ? മനസ്സിലായില്ലല്ലോ സാർ. ഹോം സ്റ്റേയില് റൂം ബുക്ക് ചെയ്യാനാണോ? അല്ല, ഞാനിവിടെ വന്നിട്ടുള്ളതാ. ഓർമ്മയില്ലേ, ശ്യാമ കൈയുടെ ഞരമ്പൊക്കെ മുറിച്ച? ആ, ശരത് സാറ്. എനിക്ക് സാറിന് മറക്കാൻ പറ്റുമോ? ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി എന്റെ കർണത്തടിച്ച ആളല്ലേ? ആ, പിന്നെ എന്താ സാർ വിളിച്ചത്? ശ്യാമക്കുഞ്ഞിന് സുഖം തന്നെയല്ലേ? ആ യാത്രയോടെ ഞങ്ങളുടെ എല്ലാ സുഖവും സ്വസ്ഥതയും നഷ്ടമായി തമ്പിച്ചേട്ടാ. എല്ലാം എന്റെ കൈവിട്ട് കളികൊണ്ട് പറ്റിയതാ. ആ, അവിടെ തന്നെയല്ലേ താമസം? ശ്യാമക്കുഞ്ഞ് സാറിന്റെ ഒപ്പം തന്നെ ഇല്ലേ? ഇല്ല, അവളുടെ വീട്ടിലാ. ഓ, തമ്പിച്ചേട്ടാ, ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. എന്താ സാർ? അന്ന് ആ പാർട്ടിയിൽ വെച്ച് ഞാൻ കുടിച്ചു ബോധം കെട്ടില്ലേ? ആ രാത്രിയില് അവിടെ എന്തൊക്കെയാ നടന്നത് തമ്പിച്ചേട്ടാ? എനിക്കൊന്നും ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേക്കുമ്പോ ശ്യാമ കരയുന്നതാ കണ്ടത്. ഞാൻ വിചാരിച്ചത് എന്റെ കുടി കാരണമായിരിക്കുന്ന. അന്ന് രാത്രി വേറെന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായോ തമ്പിച്ചേട്ടാ? അത് പിന്നെ തമ്പിച്ചേട്ടൻ എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയണം തമ്പിച്ചേട്ടാ. തകരാൻ പോകുന്നത് എന്റെ ജീവിത തമ്പിച്ചേട്ടാ. എന്നെ രക്ഷിക്കണം പ്ലീസ്. അത് പിന്നെ സാർ, ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നതായിട്ട് എനിക്കറിയില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ നേരം വെളുത്തപ്പോഴാ ഉണർന്നത്. തമ്പിച്ചേട്ടാ, ഒന്നും അറിയില്ല നിങ്ങൾക്ക്? ഇല്ല സാർ, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഞങ്ങളുടെ സ്ഥാപനത്തിന് മേൽ കെട്ടിവെക്കാൻ നോക്കല്ലേ സാർ? നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ, ശരി സാർ, എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, ഞാൻ വെക്കട്ടെ? ഓക്കെ ഓക്കെ സാർ. ആ മനുഷ്യൻ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്കിലതെന്തായിരിക്കും? ചേച്ചി ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ചായ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ചേച്ചിയെ നോക്കുമായിരുന്നു. ചേച്ചി ഇത് ഏത് ലോകത്താ? വാ ചേച്ചി, ചായ കുടിക്കാം. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വന്നോളും. ഇതെന്തു പറ്റി? പെട്ടെന്നൊരു ചേഞ്ച്? വല്ല ബാധയും കേറിയോ? അതേടി, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ബാധയും ബാധ്യതയൊക്കെ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും എനിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോ. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ ആരാ ചേച്ചിക്കെതിരെ നീങ്ങുന്നേ? നീ നീങ്ങിയില്ലേ? ഞാൻ അറിയാതെ എന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് നീ എന്തിനാ ഗൗതമിനെ വിളിച്ചത്?